പി.വി. അൻവറിനെതിരെ മമതയ്ക്ക് പരാതി നൽകി തൃണമൂൽ നേതാക്കൾ. അൻവറിന്റെ നീക്കം അവസരവാദപരമാണെന്നും സംഘടനയെ ദുർബലപ്പെടുത്തുമെന്നുമാണ് പ്രമുഖ വിഭാഗങ്ങളുടെ പരാതി. വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. നൃപൻ, നേരത്തെ തന്നെ അൻവർ തൃണമൂലിൽ എത്തുന്നതിന് മുമ്പ് ആ പാർട്ടിയിൽ നിലനിന്നിരുന്ന നേതാക്കളൊക്കെ അൻവറിനെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർച്ചയായി ഇപ്പോഴും രംഗത്ത് വരുന്നതിൻ്റെ കാരണം അത് പരാതിയായി കൂടുതൽ ശക്തമായി രൂപപ്പെടുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശദാംശങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഒരു വിഭാഗം നേതാക്കൾ, പ്രധാനമായി പറഞ്ഞാൽ 5 നേതാക്കൾ ഒപ്പിട്ട ഒരു പരാതിയുടെ കത്താണ് മമതാ ബാനർജിക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് പരാതിയായി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്ന ഭാഗത്തിൽ ഒന്നാമത് അൻവർ സ്വന്തം നേട്ടത്തിനായി പാർട്ടിയെ ഉപയോഗിക്കുന്നു, പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് അൻവർ നടത്തുന്നത്, അൻവർ അവസരവാദമാണ് കാട്ടുന്നത്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാക്കി അൻവർ തൻ്റെ സ്പേസ് UDFൽ ഉറപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്, അതിനുവേണ്ടി അൻവർ വിലപേശുന്നു, അതിന് ഈ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നിന്നുകൊടുക്കരുത്, അത് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയല്ല ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നതാണ് കത്തിലെ ആവശ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിംഷാദ്, നാളെ ഈ അൻവർ ഈ കാര്യം മുൻനിർത്തി കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. നാളെയാണ് 2 നേതാക്കളെ, ഒന്ന് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും നിലവിലെ പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് ചർച്ചയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നാളെ തിരുവനന്തപുരത്ത് വച്ച് ചർച്ച നടത്തും. പക്ഷേ ചർച്ചയുടെ വെന്യൂവും സമയവും ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. അത് അൻവറിനോടും ആശയവിനിമയം നടത്തിയിട്ടില്ല. കോൺഗ്രസ് ലീഡർഷിപ്പ് അക്കാര്യത്തിൽ എവിടെ വെച്ചാണ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അൻവറിനെ നേരിട്ട് തൃണമൂൽ കോൺഗ്രസിനെ UDFലേക്ക് ഉൾപ്പെടുത്താൻ സാങ്കേതികമായി പരിമിതിയുണ്ട്, അത് കഴിയുന്ന കാര്യമല്ല എന്ന കാര്യമായിരിക്കും അൻവറിനെ കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുക. അതിനിടയിൽ പി.വി. അൻവർ പരമാവധി തൃണമൂൽ കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം നടത്തുന്നുണ്ട്. ആ നീക്കത്തിനൊപ്പം ദേശീയ നേതൃത്വം നിൽക്കരുത് എന്ന ആവശ്യമാണ് ഈ 5 നേതാക്കളും നൽകിയ കത്തിൽ പറയുന്നത്. നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ അൻവർ LDFൻ്റെ പാളയത്ത് നിന്ന് UDFലേക്ക് പോയ ശേഷം പലതരത്തിലുള്ള സമ്മർദ്ദം മുന്നോട്ട് വച്ചിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതൊന്നും നടക്കാതെ ഗത്യന്തരമില്ലാതെയാണ് അവസാനം UDFലേക്കുള്ള പ്രവേശനവുമായി അൻവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി കേരളത്തിൻ്റെ ഘടകത്തിൻ്റെ ഭാഗമായി മാറിയ ശേഷം അദ്ദേഹത്തിന് ആ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഒന്നാകെ UDFലേക്ക് എത്തിക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. കാരണം ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ വേണം, അതിൻ്റെ അനുവാദം വേണം. ഇപ്പോൾ നാളെ നടക്കുന്ന ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ അൻവറിനോട് പറയാൻ പോകുന്നത് നിങ്ങളെ ക്ഷണിതാവായി തൽക്കാലം UDFൽ ഉൾപ്പെടുത്താം എന്നതായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം അറിയിക്കുകയാണെങ്കിൽ അത് അൻവർ അംഗീകരിച്ചാൽ ഈ ദേശീയ നേതൃത്വം, അതായത് മമതാ ബാനർജിയുടെ ദേശീയ നേതൃത്വം ഇത് അംഗീകരിക്കണമെന്നില്ല, അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ, അൻവർ നടത്തുന്ന ഏകപക്ഷീയമായ നീക്കങ്ങൾ പാർട്ടിയുടെ അറിവോടെയല്ല. അതുകൊണ്ട് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടണം എന്നതാണ് കത്തിലും ഈ പരാതിയിലും പറയുന്നത്. അജിംഷാദ്, അത് മാത്രമല്ല, ഈ അൻവറിന് ഈ തൃണമൂലിനുള്ളിലെ പ്രതിസന്ധിയും പുറത്ത് മുന്നണി പ്രവേശനത്തിനും തടസ്സമായി നിൽക്കുന്ന പല ഘടകങ്ങളുണ്ട്. അത് ഒരുപക്ഷെ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവികൾ, ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. കാരണം തൃണമൂലുമായി യോജിക്കാൻ UDF തയ്യാറല്ല. ഈ ഒരു അർത്ഥത്തിൽ അൻവറിന് മറ്റ് പ്രതിസന്ധിയും ഇതോടൊപ്പം ഉണ്ട് എന്നതും ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയല്ലേ നിർവൻ? തീർച്ചയായും അജിംഷാദ്, അൻവർ പ്രത്യേകിച്ച് കേരളത്തിലെ UDFും ആവശ്യപ്പെടുന്നത് അവർക്ക് പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു സമ്മർദ്ദമാണ്. കാരണം അൻവറിനെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൂടെ കൂട്ടുന്നത്, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിർണായക ഘട്ടത്തിൽ അത് ഗുണമായി മാറാം എന്ന ഒരു വിലയിരുത്തൽ UDFിനുണ്ട്. പക്ഷേ അൻവറിന് തനിക്ക് കിട്ടിയ ഒരു സുവർണ അവസരം ഇതാണ്. ഈ അവസരത്തിൽ UDFിനുള്ളിലേക്ക് പ്രവേശിക്കുകയോ തൻ്റെ സ്പേസോ ഉറപ്പിച്ചില്ല എങ്കിൽ തൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. അതുകൊണ്ട് ഈ മമതയുടെ പാർട്ടിയെ മുൻനിർത്തിയുള്ള പരമാവധി സമ്മർദ്ദത്തിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ അൻവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ UDF തത്വത്തിൽ ഇക്കാര്യത്തിൽ ധാരണ ആയിട്ടില്ല എങ്കിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനം അൻവർ താൽക്കാലികമായി ഒരു ക്ഷണിതാവായി ഉൾപ്പെടുത്തി വിഷയം പരിഹരിച്ച് UDFൻ്റെ ഒപ്പം നിർത്തുക. സ്വാഭാവികമായും മമതയുടെ അംഗീകാരമോ തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗീകാരമോ ഇതിന് ലഭിക്കണമെന്നില്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടാകും. തൽക്കാലം ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് മുന്നോട്ട് പോവുക. അവസാനം ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരം ലഭിക്കാതെ വന്നാൽ സ്വാഭാവികമായും
PV അൻവർ ഈ മുന്നണിക്കുള്ളിൽ നിന്ന് പുറത്തു പോകും. ഒപ്പം തന്നെ ലീഗിനടക്കമുള്ള കോൺഗ്രസ് UDF-ലെ പ്രധാന ഘടകകക്ഷികൾക്ക് അതുപോലെ തന്നെ സ്വീകാര്യനായ ഒരാളല്ല PV അൻവർ. അതുകൊണ്ട് പ്രാദേശികമായി ചില വിഷയങ്ങൾ മലപ്പുറത്തും മലബാറിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പൊട്ടിത്തെറിക്കിടയിൽ താൽക്കാലികമായൊരു സമവായം ഉണ്ടാക്കി അൻവറിനെ കൂടി ബോധ്യപ്പെടുത്തി ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം ഒരു പ്രയോജനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക എന്നതാണ് കോൺഗ്രസ് എടുത്തൊരു തീരുമാനം. സ്വാഭാവികമായി തുടർച്ചയിൽ ഇത് പൊട്ടിത്തെറിയിലേക്ക് പോയി അൻവറിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നത്. പക്ഷേ ഇതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ അൻവറിനൊപ്പം ഇല്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അറിയാതെ PV അൻവർ നടത്തുന്ന ഏകപക്ഷീയമായ ചർച്ചകൾ അവരുടെ അനുവാദം ലഭിക്കാനുള്ള സാധ്യതയില്ല. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അജിംഷാ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിൽ തന്നെയാണ്. താൽക്കാലികമായി എന്തെങ്കിലും ഒരു പൊടിക്കൈ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി കോൺഗ്രസും അൻവറുമായി ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോയാലും അൻവറിന് ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കാനോ അൻവറിൻ്റെ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിന് ഉൾക്കൊള്ളാനോ വരും ദിവസങ്ങളിൽ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക വളരെ സാധ്യത കുറവാണ്. അജിംഷാ, പക്ഷേ ഈ തൃണമൂൽ പാർട്ടിയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ UDF പ്രവേശനത്തിന് PV അൻവറിന് തടസ്സമായി നിൽക്കുന്നത്. ഒരുപക്ഷെ നാളെ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെയായി ചർച്ച ഉണ്ടെന്ന് കേൾക്കുന്നു. ആധികാരികമല്ല, ഔദ്യോഗികമല്ല എങ്കിൽ പോലും KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെടുന്നു. പക്ഷേ തൃണമൂലിനുള്ളിൽ ഒരുപക്ഷെ PV അൻവറിന് ഇത്തരത്തിലൊരു വിമർശനം രൂപപ്പെടുകയും ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയെ അതിജീവിച്ച് അൻവറിന് UDF പ്രവേശനം സാധ്യമാക്കുന്ന ഒന്നല്ലേ? അങ്ങനെ സംശയമുള്ളവരോട് ഇത് അജിംഷാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് കൂട്ടരെ സംബന്ധിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. പക്ഷേ രണ്ടുപേരും ഇക്കാര്യത്തിൽ തുറന്ന സമീപനമല്ല ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന കാര്യവും വ്യക്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും UDF-നുള്ളിലേക്ക് കടന്നുപോയി സ്വന്തം സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് അൻവർ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെയും UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താൽക്കാലികമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നു. അത് രാഷ്ട്രീയപരമായി UDF-ന് നേട്ടമുണ്ടാക്കാൻ ആരെയെല്ലാം കൂടെ കൂട്ടാം താൽക്കാലികമായെങ്കിലും എന്നതാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് അൻവറിനെ പൂർണ്ണമായി തള്ളിക്കളയരുത് എന്ന നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൂടിയാലോചന യോഗങ്ങളിൽ എടുത്തിരുന്നു. അത് KC വേണുഗോപാൽ നൽകിയ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി ഇവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഇത്തരത്തിൽ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് നേതാക്കളെ, അത് ഇക്കാര്യത്തിൽ മുൻ പ്രതിപക്ഷ നേതാവിനെയും VD സതീശനെ, നിലവിലെ പ്രതിപക്ഷ നേതാവിനെ തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾക്ക് മുൻകൈ എടുക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തത്. അത് ചർച്ച നാളെ തന്നെ ഉണ്ട് എന്നതാണ് നമ്മൾ അറിയുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷമാണ് ഈ മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ദുഃഖാചരണം വന്നത്. പക്ഷേ അത് ഈ ചർച്ചയ്ക്ക് തടസ്സമാകില്ല എന്ന തരത്തിലുള്ള സൂചന പുറത്തു വരുന്നുണ്ട്. ഈ നാളത്തെ ചർച്ചയിൽ PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണം എന്നതാണ്. ബാക്കി അനുവാദവും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമായി നടന്നുകൊള്ളട്ടെ. ഇപ്പോൾ കേരളത്തിലെ UDF-ൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിക്കണമെന്നാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിന് അങ്ങനെ പെട്ടെന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാത്ത, പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസ്സിനെ വെല്ലുവിളിച്ച് നിൽക്കുന്ന മമതാ ബാനർജിയെ ഡയറക്റ്റ് അങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതിന് AICC-യുടെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അത്തരം ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് അത്തരം പരിമിതികൾ നാളെ അൻവറിനെ ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അൻവർ മാത്രമായാണ് ചർച്ചയ്ക്ക് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അൻവർ മാത്രമാണ് ചർച്ചയ്ക്ക് പോകുന്നതെങ്കിൽ കൂടുതൽ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അൻവറിൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രം ഒരു ചർച്ച നടത്തുന്നു. അൻവർ UDF-ൻ്റെ ക്ഷണിതാവായി പോകുന്നു. അത് താൽക്കാലികമായി അൻവറിനൊരു സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് എന്ന തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും. കാരണം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കിട്ടിയ സാഹചര്യത്തെ പരമാവധി വിനിയോഗിക്കാനുള്ള ബുദ്ധിയാണ് PV അൻവർ നടത്തുന്നത്. തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിൽ എങ്ങനെ പരിഗണിക്കാമെന്ന നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി അൻവറിൻ്റെ ഈ നടപടിക്ക് കൂടെ നിൽക്കാനുള്ള സാധ്യത വളരെ വിരളവുമാണ്.